കഴിച്ചോ. അടിപൊളി. നമ്മളൊരു ട്രിപ്പിൾ ഹുക്കിൻ്റെ അറ്റത്ത് ഇങ്ങനെ തീറ്റ വെക്കണം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. നമ്മൾ കുറച്ച് തീറ്റ ഇങ്ങനെ എടുത്തങ്ങ് വെക്കും. നന്നായിട്ട് അടുപ്പിച്ച് വെച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സാധാരണ ഒരു ചൂണ്ടയാണ്, ഒരു പോളാണ്. ഒരു പൊങ്ങം കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് മീൻ പിടിക്കാൻ പോട്ടോ. കാണിച്ചു തരാം. ഒരു 4 അടി താഴ്ച ഇതിനെടുത്ത് അങ്ങോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഈ പൊങ്ങയിൽ കൊത്തുന്ന നോക്കുമ്പോൾ നമ്മൾ തിരിച്ച് വലിക്കും കേട്ടോ. ആദ്യത്തെ മീൻ പിടിക്കാൻ പോകണം ഗൈസ്. അയ്യോ ഗൈസ്, ആദ്യത്തെ മീൻ മിസ്സായിരിക്കുവാണ്. പക്ഷെ നമ്മൾ പിടിക്കും കേട്ടോ. നമ്മൾ പിടിക്കും. തീറ്റ വെക്കുന്ന ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് സിമ്പിളായിട്ട് നമ്മുടെ കൊളുത്തയിലോട്ട് തീറ്റ ഇങ്ങനെ നടുക്കോട്ട് അങ്ങ് ചേർത്ത് വെക്കുക. ഇപ്പം നിങ്ങൾ മീൻ പിടിക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മീൻ കിട്ടും കേട്ടോ. വീടെടുത്തില്ല, കുഴപ്പമില്ല. വല എടുത്തിട്ടോ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പുല്ലൻ അടിച്ചിരിക്കുവാണ് ഗൈസ്. ഇവനെ ഒറ്റയ്ക്ക് ലാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. ഓ, പുല്ലൻ്റെ മുതുകയിലാണ് കയറിയിരിക്കുന്നത്. നീ പിടിക്കാവോ? പിടിച്ചോ. പുല്ലിൻ്റെ മുതുകയിലാണ് കയറിയിരിക്കുന്നത്. പൊക്ക് അടുത്തുണ്ടോ. എൻ്റെ കൈ നൂല് കൊണ്ടുവാ. പാടാ പുല്ല. ഓ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പുല്ലൻ, ഫസ്റ്റ് പുല്ലൻ മീനെ കാണിച്ചില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ നാട്ടിൽ പുല്ലൻ എന്നറിയപ്പെടുന്ന മീൻ. ഭയങ്കര ഊരാണ് മീൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി കറിക്കോട്ട് കയറി നിൽക്കാം. ഇത് കണ്ടോ, അവൻ ഊരി പോയിരിക്കുകയാണ്. ഞാൻ അവനെ പിടിക്കാം. ഭയങ്കര ഊരുള്ള മീനാണ്. ഇത് കണ്ടോ, ഫസ്റ്റ് പുല്ല് ചാക്കിനകത്തോട്ട് ഇടാം. നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് പറയുന്ന പേര് നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കും. ചിലയിടത്തൊക്കെ തൂളി എന്ന് പറയാറുണ്ട്. അത് കണ്ടോ, ഇങ്ങനെ നല്ലതായിട്ട് കൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ താക്കടാ. അയ്യോ ഗൈസ്, അവൻ വിട്ടുപോയി. മീൻ ഉടക്കിയിട്ട് വിട്ടുപോയി. സാരമില്ല, അടുത്തൊരു പിടിച്ചാലോ. അടുത്ത വന്നിട്ടുണ്ട്. വല എവിടെ? അവിടെ പറയും. ഓ, മരുന്നില്ല കേട്ടോ. ഇത് കണ്ടതേ. ഓ ഗൈസ്, അവൻ വിട്ടുപോയിട്ടുണ്ട്. കുഞ്ഞുടക്കായിരുന്നു, അവൻ അടുത്തോണ്ട് വിട്ടുപോയി. പിന്നെ പിടിക്കുന്ന എല്ലാ മീനും കിട്ടിയാൽ അതിനകത്ത് രസമില്ലല്ലോ ഗൈസ്. നമ്മൾ ഈ മീനെ പിടിക്കും കേട്ടോ. ഇത് നമ്മൾ ഉറപ്പായിട്ടും പിടിക്കും ഗൈസ്. മീനാണ്. ഇത് കണ്ടോ, പുല്ലനാണേ. അടിപൊളി. വലയോടെ. ഇതേ പുല്ലനാണ്. അത്യാവശ്യം നല്ല ഉടക്കിയിരിക്കുന്നത്. വാടാ. ഇതേ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ പുല്ലനെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഊരായി മീൻ. ഇത് കണ്ടോ, നിങ്ങളിപ്പോൾ മീൻ പിടിച്ചപ്പോഴേക്കും കണ്ടു കാണും. ഈ സാധനം ചൂണ്ടയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇവൻ ഭയങ്കരമായിട്ട് കിടന്ന് പിടയ്ക്കും. ചടങ്ങ് ഇതുണ്ടോ, എന്ത് പിടയ്ക്കുന്നു നോക്കി. ഇതുണ്ടോ, അടിപൊളി. അവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ അടുത്ത് ഇട്ടിട്ടുണ്ട്. മമ്മിയും മോളിയാൻ്റെയൊക്കെ വരുന്നതിന് മുമ്പ് ഒരു 10 എണ്ണം പിടിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. മീനുണ്ട്. ഓ, അടിപൊളി പുല്ലാണ് കേട്ടോ. സൂപ്പർ പുല്ലൻ. ഓ ഗൈസ്, അടിപൊളി മീനായിരുന്നു കേട്ടോ. വിട്ടുപോയി. നമ്മൾ തീറ്റ വെച്ചിട്ടുണ്ട്. അടുത്തവൻ പിടിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇന്ന് എത്ര മീൻ പിടിക്കുമെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? നമുക്ക് നോക്കാം കേട്ടോ, ആരുടെയെങ്കിലും കമൻറ്റ് കറക്റ്റ് ആവുമെന്ന്. അപ്പോൾ നമ്മൾ അടുത്ത് ഇട്ടിട്ടുണ്ട്. ഇടുന്നതിനിപ്പുറം കൊത്താണ് കേട്ടോ. കൊത്തിന് യാതൊരു കുറവുമില്ല. ഇനി നമുക്ക് വേണ്ടത് പേഷ്യൻസ് ആണ്. നിങ്ങൾ പൊങ്ങയെ നോക്കിക്കോ. ചൂണ്ടയിടാൻ പോകുന്നവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ പൊങ്ങി താന്നാന്ന് പോകുന്നത് കേട്ടോ. അവൻ ആ പൊങ്ങ് കൊത്തി താക്കുമ്പോഴേക്ക് നമ്മൾ തിരിച്ചു വലിക്കും കേട്ടോ. അയ്യോ ഗൈസ്, ഉടക്കിയിട്ട് വിട്ടുപോയി. ഓ ഗൈസ്, അടിപൊളി പുല്ലനാണ് കേട്ടോ. സൂപ്പർ പുല്ലൻ. വാടാ. അവൻ വിട്ടുപോയി കേട്ടോ. വലിയ പുല്ലനായിരുന്നു, അവൻ വിട്ടുപോയിട്ടുണ്ട്. സാരമില്ല, നമുക്ക് ഒറ്റയടി വലിച്ചെടുക്കാനും പറ്റില്ല. അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഈ പോളെ പിടിക്കുമ്പോഴേക്ക് നമ്മൾ പയ്യെ സമയം എടുത്ത് മീനിനെ പിടിക്കുന്നതാണ് നല്ലത്. ഈ കാണുന്ന മീനൊന്നും ചത്തു പോകത്തില്ല കേട്ടോ. അതെല്ലാം സർവൈവ് ചെയ്യും. കാരണം ചെറിയ ഹുക്കൊക്കെ ആയിരിക്കും, അതായിരിക്കും ഊരി പോകുന്നത്. നന്നായിട്ട് കൊത്തുന്നുണ്ട്. ഇവനെ നമ്മൾ പിടിക്കും കേട്ടോ. ഗൈസ്, മീനാണ്. ഉമ്മാര് ഭയങ്കര പെടയാണ് കേട്ടോ പിടയ്ക്കുന്നത്. വലയോടെ. തീറ്റ. അയ്യോ തീറ്റ പോയി. അപ്പോൾ നമ്മൾ അടുത്ത പുല്ലിനെ പിടിച്ചിട്ടുണ്ട്. അവൻ എൻ്റെ വലയെ മൊത്തം കയറി ഉടക്കി കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത പുല്ലൻ. പക്ഷേ ഒരു അബദ്ധം പറ്റി, നമ്മുടെ തീറ്റ വെള്ളത്തിൽ പോയി കേട്ടോ. തീറ്റ പോയെന്ന് വിചാരിച്ച് നമ്മൾ തളരത്തില്ല. മമ്മിയൊക്കെ വരുമ്പോഴേക്കും തീറ്റ കൊണ്ടുവരും. അതിന് മുമ്പ് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ചേമ്പാണ് തീറ്റ ഇടാൻ പോകുന്നത്. ചേമ്പല്ല, ഇത് കണ്ടോണം. അപ്പോൾ നമുക്കൊരു വിര കിട്ടിയിരിക്കുകയാണ് കേട്ടോ, മണ്ണിര. ഇതിനെ ഞാൻ കോർക്കുന്ന കാണിച്ചില്ല. ഇതിന് ഇച്ചിരി കോമഡി ആയിട്ടായിരിക്കും ഞാൻ കോർക്കുന്നത് കേട്ടോ. മീൻ പിടിക്കാൻ ചാൻസ് ഇല്ല, കാരണം പുല്ലൻ മണ്ണിരെ പിടിക്കുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. ഗൈസ്, ഏതാണ്ടൊക്കെ കൊത്തുണ്ട്. നമ്മുടെ ഒരെണ്ണത്തിലെ വിര മിച്ചമുണ്ട്, ബാക്കി 2 കൊണ്ടുപോയി. ഈ ക്യാമറ റെക്കോർഡിംഗ് ആണോ? എന്താണ് നമ്മുടെ തീറ്റയായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. പെട്ടെന്ന് വാ. അയ്യോ, ചറ മീൻ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തീറ്റ വെള്ളത്തിൽ പോകുന്നത്. ഗൈസ്, തീറ്റ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, മീനെ നോക്ക്. 3 എണ്ണം ഇല്ലെന്നേ, 3 എണ്ണം കിട്ടി. പക്ഷെ എന്നാ പറ്റിയെന്നറിയോ, ബാക്കി ഇപ്പോഴും തീറ്റ പോയി. അപ്പോൾ തീറ്റ വീണ്ടും തിരിച്ച് കിട്ടി. നമ്മൾ അടുത്ത തീറ്റ ഇട്ടിട്ടുണ്ട്. ഇത് മീനാട്ടോ. ഓരോ സമയത്തും മീനാ. കുഞ്ഞു പാടാ.
നമുക്ക് ആദ്യത്തെ പോലെ പോയിരിക്കുകയാണ്. നമുക്ക് കയറ്റേണ്ടി വന്നില്ല, അതിനു മുമ്പ് തന്നെ മീൻ പോയി കേട്ടോ. നമ്മളിപ്പോൾ ഇനി ചൂണ്ട ഇടുന്നില്ല കേട്ടോ, നമ്മൾ ചൂണ്ട എല്ലാം വേണ്ടി പാക്ക് ചെയ്യുവാണ്. പിടിച്ച മീൻ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇന്ന് പിടിച്ച മീൻ കാണിച്ചു തരാം. എല്ലാം റെഡിയാണോ? റെഡിയാ. ഇന്ന് ആരെങ്കിലും ഇട്ട് പപ്പ ഇട്ടേ. 1 2 3 4 5 6 മീൻ പിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇതിനു മുമ്പത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴേക്കും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറയായിരുന്നു ഇനി കിട്ടുന്ന മീൻ ഫ്രൈ ചെയ്യേണ്ട, കറി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് പുല്ലം കറി വെച്ചാലോ? കറി വെക്കാം അല്ലേ? അങ്ങനെ മമ്മി ഉണ്ടല്ലോ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന മീൻ ക്ലീൻ ചെയ്യാൻ പോകണം അല്ലേ? എങ്ങനെ ക്ലീൻ ചെയ്യുന്നത്? നാരങ്ങാനീരും ഉപ്പ്. നമ്മൾ സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്യുന്ന പോലെ നാരങ്ങാനീരും ഉപ്പ് ഒഴിച്ച് മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന മീൻ മുറിക്കാൻ പോകണല്ലേ? മീൻ നമ്മൾ കറി വെക്കാൻ പാകത്തിന് മീനിനെ അടുപ്പിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ പോകണല്ലേ? നമ്മളിന്ന് വെക്കുന്ന കറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ അരച്ച കറിയാണ്. തേങ്ങ അരച്ച കറി മാങ്ങയിട്ട് അതാണ് നമ്മൾ വെക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ മീനൊക്കെ വെട്ടി നല്ല ക്ലീൻ ആക്കി. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 2 മീൻ നമ്മൾ കറി വെക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ നമുക്ക് മസാലയ്ക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. മമ്മ ഇവിടെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതിനുശേഷം മാങ്ങ നമ്മൾ ഇതിനകത്തേക്ക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളക് ഇതിലോട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന ഇഞ്ചി ആദ്യമേ നമ്മൾ മിക്സിയിലോട്ട് അരിഞ്ഞ് ചേർക്കും. അതിനുശേഷം അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി എടുത്തിടും. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, നമ്മൾ പുതിയ മുളക് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇഷ്ടംപോലെ മുളക് പൊടിയുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് മുളക് പൊടി, നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ അതിലോട്ട് ആഡ് ചെയ്യുക. നമ്മൾ ആദ്യം ഒരു ഇച്ചിരി അരച്ചിട്ട് അതിനുശേഷം ഇച്ചിരി വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേശ്ശെ വെള്ളം ചേർത്താണ് നമ്മൾ അരയ്ക്കുന്നത്. നമ്മളൊരു 3-4 പ്രാവശ്യം വെള്ളം ഒഴിച്ചാണ് ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇത് നമ്മുടെ മീനിലേക്ക് ചേർക്കാൻ വേണ്ടി പോവാണ്. ഇത് കണ്ടോണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം
നമ്മുടെ മെയിനിലോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി നമ്മൾ ബാക്കി ഇരിക്കും തേങ്ങയും കൂടെ അരച്ചെടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. സെയിം പ്രൊസീജിയർ നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഇനി മഞ്ഞപ്പൊടി മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മൾ രണ്ടാമത്തെ സെറ്റ് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളെല്ലാം കൂടെ മീൻ കറിക്ക് അതോട് മിക്സ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ മീൻ കറിയിലേക്ക് ആഡ് ചെയ്യുവാണ് കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇത് കേട്ടോ, ആവശ്യത്തിന് കറിവേപ്പില ഇടുക. ഇനി നമ്മൾ ഈ മീൻ കറി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോവാണ്. അതിനുശേഷം നമ്മുടെ മീൻ കറി എടുത്ത് നമ്മൾ നേരെ മീൻ കറിയല്ല കറി ആകാൻ പോകുന്ന മീൻ എടുത്ത് അടുപ്പയിലോട്ട് വെക്കുക. അങ്ങനെ നമ്മൾ മീൻ കറി അടുപ്പയിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര നേരം വേണം നമ്മൾ മീൻ റെഡി ആവണമെങ്കിൽ? 10 മിനിറ്റ് കൊണ്ട് മീൻ തിളച്ച് കഴിയും. ഒരു 5-6 മിനിറ്റ് തീ കുറച്ച് വെച്ച് ഈ തേങ്ങയിലെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ മീൻ കറി അടിപൊളിയായിരിക്കും കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ മീൻ വറക്കുന്നുണ്ട്, അതുപോലെ തന്നെ കപ്പ വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം. ഇതായിട്ട് അങ്ങനെ നമ്മുടെ മീൻ വറുത്തത് മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഭയങ്കര മഴയാണ് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ നമ്മുടെ കുളത്തിൻ്റെ അങ്ങോട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. ന്യൂ ഇയറിന് അന്ന് എന്താണെങ്കിലും നല്ല മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ആദ്യമേ നമ്മൾ അടുപ്പിൽ തീ ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. തീ ഓഫ് ചെയ്തോളൂ. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നല്ല പച്ച കറിവേപ്പില, നമ്മുടെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നല്ല പച്ച വെളിച്ചെണ്ണ അതും കൂടെ അങ്ങ് ഒഴിച്ച് കഴിയുമ്പോഴേക്കും ഈ കറിയുടെ സ്മെല്ല് സ്മെല്ല് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തേനെ. അതുപോലെ നല്ല സ്മെല്ലാണ്. അങ്ങനെ നമ്മുടെ മീൻ കറി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മമ്മി ഇപ്പോൾ ചെയ്യുന്നത് പക്ഷേ ചെയ്തുണ്ടോ, ചട്ടി ഒന്ന് ചുറ്റിച്ച് വെക്കുവാണ്. അപ്പോൾ നമ്മുടെ കപ്പയും മീൻകറിയും മീൻ വറുത്തും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇത് കഴിക്കാൻ കേട്ടോ. വേണ്ട അങ്ങനെ നമ്മൾ നമ്മുടെ മീൻകറി സെർവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മമ്മിയാണ് മീൻകറി ആയിട്ട് പോകുന്നത്, ഞാൻ മീൻ വറുത്തത്. സമയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3:30 ആയി കേട്ടോ. എല്ലാവരും വിശന്ന് പൊരിഞ്ഞിരിക്കുവാണ്. മീൻ വറുത്തത് ഞാനും കുഞ്ഞപ്പനും കൂടെ ചൂണ്ടയിട്ട് പിടിച്ചു. കുഞ്ഞപ്പ ക്രെഡിറ്റ് നമുക്ക് കേട്ടോ. കപ്പയാണ് കേട്ടോ, കപ്പ മമ്മി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ സെർവ് ചെയ്യുവാണ്. നമ്മുടെ പറമ്പിലെ കപ്പ തന്നെയാണ് കേട്ടോ. ഞാൻ അതിനുശേഷം നമ്മുടെ മീൻ ചാറും കൂടെ എടുത്ത് നമ്മുടെ കപ്പയുടെ മേളിലേക്ക് അങ്ങ് ഒഴിക്കുന്നു. കുറച്ച് കൂടുതൽ ഒഴിച്ചോ, ഇച്ചിരി ചാറും ഒഴിച്ചോ, അടിപൊളി ഫുള്ള് ഒഴിച്ചോളൂ. അപ്പൊ നമ്മുടെ മീൻ കറിയും കപ്പയും എല്ലാം റെഡി ആയിട്ടുണ്ട്, മീൻ വറുത്തും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ആരാണ് ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത്? കറി അടിപൊളി. എനിക്ക് ടേസ്റ്റ് ചെയ്യണ്ട, എനിക്ക് കുഞ്ഞപ്പൻ ടേസ്റ്റ് ചെയ്യുന്നത് കണ്ടാൽ മതി. ഗുണാചാരനൊക്കെ സെപ്പറേറ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. ഞങ്ങൾക്ക് ഒരു പാത്രം മതി. ഒരു പാത്രം മതി. പെർഫെക്റ്റ്. ഒരു പീസ് മതി കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഗുണാചൻ കാണിച്ചേ. കഷ്ണമൊക്കെ മാന്തി മാന്തി എടുക്കുമല്ലോ. ഗുണാചൻ ടേസ്റ്റ് ചെയ്തു. അടിപൊളിയാ. ആണോ? ഞാൻ 2 പ്രാവശ്യം കഴിച്ചായിരുന്നു. നല്ല മീൻകറി മാന്തി എടുക്കുന്നു കുഞ്ഞപ്പൻ. മുഴുവൻ നോക്കിയാണ് സത്യം പറ, ഓണസ്റ്റ് ആയിട്ടുള്ള നല്ലതാണോ? എല്ലാരും അടിപൊളി അടിപൊളി എന്ന് പറയുന്നത് ഞാൻ വേറൊരു വാക്ക് പോലെയാണ്. അടിപൊളി. ഞാൻ അടിപൊളി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാനും മമ്മിയും കൂടെ ലാസ്റ്റ് ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. മമ്മി ടേസ്റ്റ് ചെയ്തേ കാണട്ടെ. ഓക്കെ, മമ്മി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ് കേട്ടോ. തുടങ്ങുന്നേ ഉള്ളൂ. കാണിച്ച്. കപ്പയുടെ ചാറ്, സോറി മീൻകറിയുടെ ചാറ് അടിപൊളി. അപ്പൊ ആരാ അതിന്റെ ടേസ്റ്റ്? എനിക്കാണോ? കപ്പയും അതുപോലെ തന്നെ മീൻകറിക്ക് മാങ്ങയുടെ പുളി ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മളേക്ക് അടിപൊളി കറിയാണ് കേട്ടോ. മമ്മിയോട് ടേസ്റ്റ് ചെയ്തേ. ഇപ്പൊ എനിക്ക് മനസ്സിലായി കേട്ടോ, ജീവിതത്തിൽ ഇതുവരെ കപ്പ കഴിക്കാതെ കുഞ്ഞപ്പം വരെ കപ്പ കഴിക്കുന്ന കാര്യം എന്താണ്, കാരണം അതുപോലെ ടേസ്റ്റ് ആണ് കേട്ടോ. അതിന് ഒന്നും ടേസ്റ്റ് ചെയ്തേ, ശരിക്കും കാണണ്ടവര് അങ്ങനെയുണ്ട്. ഒന്നര ടേസ്റ്റ് ചെയ്ത്. ഇതാണ് നമ്മുടെ കപ്പയും ചാറും കൂടി ഇരിക്കുന്ന കേട്ടോ, അടിപൊളി. ഓക്കെ, ഇതിലൊരു എക്സ്പ്രഷൻ കൂടി കിട്ടും വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നമ്മുടെ ചാനൽ അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. സെവൻസിലെ ഫാമിലി എല്ലാവരും ഉണ്ട്. നമ്മൾ കപ്പയും മീൻകറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ മീനച്ചിൽ ആരാ മുംബൈക്കിങ് ആരാ? ചാൾസ് ശോകരാജ്. സർവൈവലാണ് കേട്ടോ. ഒരു പൊന്നു വാശം പറഞ്ഞില്ല. 10 മിനിറ്റ് മീൻ തിളച്ച്. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആദ്യമേ നമ്മുടെ എന്നാ ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് മിനിറ്റല്ലേ കേട്ടോ. നമ്മൾ മറന്നുപോയ സാധനം. ചേച്ചിക്ക് കറിയാണോ ഫ്രൈ ആണോ ഇഷ്ടപ്പെട്ടത്? കറിയാണ് ഇഷ്ടപ്പെട്ടത്. മമ്മിക്ക്
ചേച്ചിനോട് ചോദിച്ചു പുല്ലൻ മാങ്ങായിട്ട് കറി വെക്കാൻ പറ്റുമോ ചോദിക്കും മാങ്ങായിട്ട് കറി വെച്ചിട്ട് എങ്ങനെയാണ്. അല്ല അതാ പറഞ്ഞ കറിയാണ് വേണ്ടത്. എനിക്കും കറിയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ബേസിക്കലി കറിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്.